Hello, my dear friends. Good morning. Welcome back to our chemistry class. From the last class, we learned about matter. What are the characteristics of particles of matter? We can see that matter around us exists in three different states: solid, liquid, and gas. These states of matter arise due to the variation in the characteristics of the particles of matter. ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റിൽ മാറ്റർ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, അതിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലെ വ്യത്യാസമാണ് അല്ലേ. സോളിഡിൽ, ലിക്വിഡിൽ, ഗ്യാസസിലൊക്കെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ത്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണത്. Now let us study about the properties of these three states of matter in detail. Children, look into this table. With the help of this table, we can compare the properties of solids, liquids and gases. In the first column, mention their properties. Then solids, liquids and gases. What is the first property? Yes. Solids, liquids and gases have a definite mass. അല്ലേ, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിന് എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട് അല്ലേ, മാസ് ആൻഡ് വോളിയം ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഷേപ്പ്. സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, isn't it? സോളിഡ്സിന് എന്താണ്, we know that solids have a definite shape ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറീസ്. എന്തുണ്ട്, ഷേപ്പ് ഉണ്ടാവുകൊണ്ട് അതിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും അല്ലേ. സോ സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ബൗണ്ടറീസ്. വാട്ട് അബൌട്ട് ലിക്വിഡ്സ്? യെസ്, ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്, ബട്ട് they take up the shape of the container in which they are kept, or it acquires the shape of the container. എന്താണ്, ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ആർക്കുണ്ടായിരിക്കുക, ലിക്വിഡ്സിന് ഉണ്ടായിരിക്കുക. ദെൻ ഗ്യാസസ് അക്വയർ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഗ്യാസസിനും ഇങ്ങനെയാണ്, ഏത് പോട്ടിൽ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും എന്തിനും ഉണ്ടായിരിക്കുക, ഗ്യാസിനും ഉണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇപ്പോൾ സിലിണ്ടറിൽ നമ്മൾ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മുടെ ഹോമിൽ ഉപയോഗിക്കുന്നുണ്ട് കുക്കിംഗ് പർപ്പസിനായിട്ടുള്ളത്. പിന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, നവഡേയ്സ് ദാറ്റ് ഈസ് വെരി ഫെമിലിയർ ഫോർ us. ദ ഓക്സിജൻ സപ്ലൈ ടു ദ ഹോസ്പിറ്റൽ ഇൻ സിലിണ്ടേഴ്സ് ഈസ് കംപ്രസ്ഡ് ഗ്യാസ് അല്ലേ. ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ടാണ് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അങ്ങനെയാണ് സിലിണ്ടേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഷേപ്പായിരിക്കും ആ ഗ്യാസിന്. അപ്പോൾ ലിക്വിഡ്സിനും ഗ്യാസസിനും എന്താണ്, ദേ അക്വയേഴ്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ദ വോളിയം അല്ലേ. വോളിയം ഉണ്ടായിരിക്കും. സോളിഡ്സിന് എന്താണ്, ഡെഫിനിറ്റ് വോളിയം അല്ലേ. വോളിയം മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റാണ്. വോളിയം എന്ന് പറഞ്ഞാൽ അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനാണ് എന്ത് പറയുക, നമ്മൾ വോളിയം എന്ന് പറയുക. മനസ്സിലായില്ലേ? Solids have a definite volume. Liquids also have a definite volume. Gases have no volume. That is indefinite volume. അതിനെന്താണ്, ഒരു ഫിക്സഡ് വോളിയം ഇല്ല. കാരണം അതിങ്ങനെ പെട്ടെന്ന് ഡിഫ്യൂസ് ആവും അല്ലേ, സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം എന്താണ്, ഒരു ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ ഉള്ള കഴിവിനെയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുക. വാട്ട് അബൌട്ട് സോളിഡ്സ്? യെസ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് മീൻസ് സോളിഡ്സ് ഹാവ് നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി. അതായത് സോളിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അമർത്തിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റുമെങ്കിലും പക്ഷേ അതിനെ ചെറുതാക്കാനോ ഇതാക്കാനൊന്നും പറ്റില്ല അല്ലേ, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സോളിഡ്സ് ഹാവ് എ ടെൻഡൻസി ടു മെയിൻറ്റെയിൻ ദെയർ ഷേപ്പ് വെൻ സബ്ജക്റ്റഡ് ടു ഔട്ട്സൈഡ് ഫോഴ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം സോളിഡ്സ് എന്തിനു ശ്രമിക്കും, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അല്ലേ.
Solids may break under the force, but it is difficult to change their shape, so they are rigid. അതായത് നമ്മളിനി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, അത് ബ്രേക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റിയാണ് ആർക്കുള്ളത്, സോളിഡ്സിന്. അല്ലെങ്കിൽ നോട്ട് പോസിബിൾ എന്നാണ് ഇതിൽ കാണിക്കുന്നത്, അതായത് തീരെ ഇല്ല, കംപ്രസിബിലിറ്റി തീരെ ഇല്ല. ദെൻ ലിക്വിഡ്സ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ, അതായത് ലിക്വിഡ്സിൻ്റെ കേസിലും നമുക്ക് എന്താ അതിനെ കംപ്രസ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. ബട്ട് about gases, they are highly compressible. ഗ്യാസസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഹൈലി കംപ്രസിബിൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, സിലിണ്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ. ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസസിനെ കംപ്രസ് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാനുള്ള കഴിവ്, ഫ്ലോ ചെയ്യാനുള്ള ആ കഴിവിനെയാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുക. അപ്പോൾ സോളിഡ്സിന് എങ്ങനെയാണ്, ദേ ഹാവ് നോ ഫ്ലൂയിഡിറ്റി, ദേ ഷോ നോ ഫ്ലൂയിഡിറ്റി അല്ലേ. അതെന്ത് കാണിക്കില്ല, ഫ്ലൂയിഡിറ്റി കാണിക്കില്ല. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒഴുകാനുള്ള ഒരു കഴിവ് അതുണ്ടോ സോളിഡ്സിന്. ദേ ഹാവ് എ റിജിഡ് ഷേപ്പ് അല്ലേ, ദേ ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. ഫിക്സഡ് ഷേപ്പുള്ള ഒരു സാധനമാണ്, അത് ഒഴുകിപ്പോവില്ല. ബട്ട് ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ. ലിക്വിഡ്സ് എന്താണ്, ഒഴുകാനുള്ള, അതായത് ഫ്ലൂയിഡിറ്റി കാണിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ലിക്വിഡ്സ്. വാട്ട് അബൌട്ട് ഗ്യാസസ്, ദേ ആർ ആൾസോ ഫ്ലോ അല്ലേ. ഗ്യാസസും എങ്ങനെ ചെയ്യും, ഫ്ലോ ചെയ്യും, ഫ്ലൂയിഡിറ്റി ഉണ്ട്. ഓക്കെ ചിൽഡ്രൻ, ദെൻ ദ നെക്സ്റ്റ് വൺ വാട്ട് ഇറ്റ് ഈസ്, യെസ്, റിജിഡിറ്റി ഓർ റിജിഡ് അല്ലേ. വി നോ ദാറ്റ് സോളിഡ്സ് ആർ ഹൈ റിജിഡ്, അല്ലെങ്കിൽ ദേ ആർ റിജിഡ്. സോളിഡ്സ് എങ്ങനെയാണ്, റിജിഡാണ് അല്ലേ. വാട്ട് അബൌട്ട് ലിക്വിഡ്സ്, യെസ്, ദേ ആർ ലെസ് റിജിഡ്. അതെങ്ങനെയാണ്, അത്രത്തോളം നമുക്കതിനെ അതെന്താ അതിൻ്റെ ഷേപ്പ് അത് പെട്ടെന്ന് ചേഞ്ച് ആവും, അതായത് കണ്ടെയ്നറിന് അനുസരിച്ചിട്ട് അത് മാറും അല്ലേ. ഗ്യാസസ് ദേ ആർ നോട്ട് റിജിഡ്. അത് എന്താണ്, എവിടെയും ഒരു ഫിക്സഡ് ഷേപ്പിൽ നിൽക്കുക ഒന്നുമില്ല, അതെന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതിന് റിജിഡിറ്റി എന്താണ്, കുറവാണ് അല്ലേ, റിജിഡിറ്റി കുറവാണ്. അപ്പോൾ സോളിഡ്സിൻ ദേ ആർ ഹാവിങ് ഹൈ റിജിഡിറ്റി. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് liquids have less rigidity and gases they are not rigid. Okay. Then diffusion. We already learned about diffusion from the last class. Diffusion means particles of one state of matter get inside the particles of another matter അല്ലേ. another states of matter, ഒരു സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, വേറൊരു സ്റ്റേറ്റ്സിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയിലേക്ക് കയറുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ സോളിഡ്സിൽ എങ്ങനെയാണ്, സോളിഡ്സും തമ്മിൽ എന്ത് ചെയ്യില്ല, ഡിഫ്യൂഷൻ കുറവായിരിക്കും അല്ലേ. അതിൽ എന്താണ്, ഇൻ്റർ മോളിക്കുലർ സ്പേസ് എന്ന് പറഞ്ഞാൽ സോളിഡ്സിൽ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇല്ല വേറൊരു പാർട്ടിക്കിൾസിന്. അപ്പോൾ സോളിഡ്സിൽ അതെന്താണ്, വളരെ കുറവാണ്. ലിക്വിഡ്സ് ദേ ആർ ഷോ ഫാസ്റ്റ് ഡിഫ്യൂഷൻ, അതായത് അതെന്ത് ചെയ്യും, ലിക്വിഡ്സ് വേഗം ഒന്നിൻ്റെ, ഇപ്പോൾ നമ്മൾ രണ്ട് വാട്ടർ ലെമണേഡ് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് വേഗത്തിൽ മിക്സ് ആവാൻ കാരണം എന്താ, അവിടെ ഡിഫ്യൂഷൻ വേഗത്തിൽ നടക്കുകയാണ് അല്ലേ. ഇനി ഗ്യാസസിലോ ദേ ആർ ഹൈലി ഡിഫ്യൂസ്ഡ്, അതായത് അതാണ് പറഞ്ഞത്, റൂമിൻ്റെ ഒരു കോർണറിൽ നമ്മൾ അഗർബത്തി കത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് ആ റൂം മുഴുവൻ സ്പ്രെഡാവാൻ കാരണം എന്താണ്, ഗ്യാസസിൻ്റെ ഡിഫ്യൂഷനാണ് അല്ലേ. ആ സ്മെല്ല് എയറിൽ വേഗത്തിൽ എന്ത് ചെയ്യും, ഡിഫ്യൂസ് ആവും. അപ്പോഴാണ് നമുക്കത് ഒരു സ്ഥലത്തിരിക്കുന്നവർക്ക് മറ്റു സ്ഥലത്തെ സ്മെല്ല് പെട്ടെന്ന് കിട്ടുന്നത്. അത് തന്നെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള ഫുഡിൻ്റെ മണം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കാരണം എന്താണ്, അതിൻ്റെ മണം പെട്ടെന്ന് എയർ കൂടെ എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ ഗ്യാസസിലാണ്, അതിനേക്കാൾ കുറവാണ് ലിക്വിഡ്സിൽ. പക്ഷേ സോളിഡ്സിൽ എന്താണ്, ഡിഫ്യൂഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, അതായത് പർട്ടിക്കുലർ സ്പേസ് എങ്ങനെയാണെന്ന് 3 സ്റ്റേറ്റ്സിലും. സോളിഡ്സിൽ നമുക്കറിയാം മോസ്റ്റ് ക്ലോസ്ലി പാക്ക്ഡ് അല്ലേ, ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ വെരി ക്ലോസ്ലി മാനറാണ്, അപ്പോൾ വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ അതെന്താണ്, സ്പേസ് കുറവാണ്. ദെൻ വാട്ട് അബൌട്ട് ലിക്വിഡ്സ്, ലെസ് ക്ലോസ്ലി പാക്ക്ഡ്. വാട്ടറിലാണെങ്കിൽ എന്താണ്, അത്രത്തോളം ക്ലോസ്ഡ് അല്ല അല്ലേ, കുറച്ച് സ്പേസ് ഉണ്ട്, പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ട്. ദെൻ ഗ്യാസസ് ലീസ്റ്റ് ക്ലോസ്ലി പാക്ക്ഡ്, അതായത് വളരെ വിട്ടിട്ടായിരിക്കും ആറ്റംസ് അല്ലേ. ദേ ആർ വൈഡ് അപ്പാർട്ട്, വളരെ ദൂരത്തിലായിരിക്കും പാർട്ടിക്കിൾസ്. അപ്പോൾ അവിടെ സ്പേസ് വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ. ദെൻ
നയൻത്ത് വൺ, ഇൻ്റർ പാർട്ടിക്കുലർ ഫോഴ്സ്, അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിച്ചു പാർട്ടിക്കിൾസ് ആർ അട്രാക്റ്റഡ് ടുഗദർ അല്ലേ. ദർ ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇൻ സോളിഡ്സ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ വെരി സ്ട്രോങ് അല്ലേ. സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ആവുകൊണ്ടാണ് അതിന് ആ സ്ട്രക്ചറും ഷേപ്പൊക്കെ ഉള്ളത് അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ അത്രയും ഫോഴ്സിലാണ് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ലാത്തത്. ലിക്വിഡ്സിൻ്റെ കാര്യമാണെങ്കിലോ സ്ലൈറ്റ്ലി വീക്കർ ദാൻ ഇൻ സോളിഡ്സ്. സോളിഡ്സിനേക്കാൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതിൽ കുറവാണ്? ലിക്വിഡ്സിൽ കുറവാണ്. ഇനി എങ്ങനെയാണ് ഗ്യാസസിൽ? അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് നെഗ്ലിജിബിൾ എന്നാണ്, വളരെ കുറവാണ്. ഏറ്റവും കുറവ് ഏതിലാണ്? ഗ്യാസസിലാണ്. അതുകൊണ്ടാണ് എന്താണ് പെട്ടെന്ന് അത് മൂവ് ചെയ്യണത് അല്ലേ. പാർട്ടിക്കിൾസ് തമ്മിൽ മൂവ് ചെയ്യാനും ഡിഫ്യൂഷൻ വളരെ വേഗം നടക്കാനൊക്കെ കാരണം എന്താണ്? അതിൻ്റെ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് ഗ്യാസസിൽ ഡിഫ്യൂഷനും ഒക്കെ വേഗത്തിൽ നടക്കുന്നത്, സ്പീഡിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്തതാണ്. ഇത് നമുക്ക് അറിയണം തന്നെ, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പിന്നെ കൈനറ്റിക് എനർജി പറഞ്ഞു. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസ് പോസസ് സം കൈനറ്റിക് എനർജി ഡ്യൂ ടു ദെയർ മോഷൻ അല്ലേ. അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ഹാവ് ലെസ് കൈനറ്റിക് എനർജി. സോളിഡ്സിലെ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. കാരണം ദെയർ മൂവ്മെൻറ്റ് ആൾസോ വെരി ലോ ഇൻ സോളിഡ്സ്. അവിടെ വളരെ കുറച്ച് മൂവ്മെൻറ്റേ നടക്കൂ, കാരണം അവിടെ സ്പേസ് ഇല്ല മൂവ് ചെയ്യാൻ അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ലിക്വിഡ്സ്? യെസ്, കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ സോളിഡ്സ്. സോളിഡ്സിനേക്കാൾ കൂടുതലാണ് ഇവിടെ ലിക്വിഡ്സിൽ അല്ലേ. കാരണം എന്താണ്? ദർ ആർ സം സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് സോ ദേ ക്യാൻ മൂവ് ഫാസ്റ്റർ ദാൻ സോളിഡ് പാർട്ടിക്കിൾസ്. സോളിഡ് പാർട്ടിക്കിൾസിനേക്കാൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ആർക്ക് പറ്റും? ലിക്വിഡ് പാർട്ടിക്കിൾസിന് പറ്റും. ദെൻ വാട്ട് അബൌട്ട് ഗ്യാസസ്? യെസ്, കൈനറ്റിക് എനർജി ഓഫ് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആർ വെരി വെരി ഹൈ അല്ലേ. ബിക്കോസ് ദേ ആർ ഹാവിങ് more space in between the particles so they can move very fastly. അപ്പോൾ എന്ത് ചെയ്യാൻ? വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഗ്യാസസ് പാർട്ടിക്കിൾസ് ഹാവ് ഹൈ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ കാര്യമാണെങ്കിൽ സോളിഡ്സിൽ ലെസ്സാണ്, ലിക്വിഡ്സിൽ സോളിഡ്സിനേക്കാൾ കൂടുതലാണ്, ഗ്യാസസിലോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ include here. I hope you can able to understand easily from this table. Okay, so these are the properties of solid, liquid and gases, or comparison of the properties of solid, liquid and gases. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം കേട്ടോ. പേജ് നമ്പർ 4 and 5 അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓൺ ദി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിൻ്റെയും പ്രഷർ ചേഞ്ച് ആവുന്നതിൻ്റെയും എഫക്റ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി അറിയണതാണ്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയണ കാര്യം എന്തു വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റ് എന്തിലേക്ക് മാറും? സോളിഡ് സ്റ്റേറ്റ്സ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ബൈ അപ്ലൈയിങ് ഹീറ്റ് ഓർ ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും? സോളിഡ് ലിക്വിഡ് ആവും. ദാറ്റ് ദ സിറ്റുവേഷൻ ഈസ് ഐസ് മെൽറ്റ്സ് ഇൻ ടു ലിക്വിഡ് അല്ലേ. ഐസ് മെൽറ്റ് ആവണത് എങ്ങനെയാണ്? യെസ്, ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഐസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. So solid state converted into liquid state. When we boil the water, that again change into another state, that is gaseous state, isn't it? So here also
ഹാപ്പനിങ് ദ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ലിക്വിഡ് എന്തായിട്ട് മാറും? ഗ്യാസസ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും? ദർ ഈസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ എന്തുണ്ടാവും? ഒരു സ്റ്റേറ്റിൽ നിന്ന്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്താവും? ലിക്വിഡ് സ്റ്റേറ്റിലേക്കാവും. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതെന്താവും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി ഇത് തിരിച്ചു നടക്കാം അല്ലേ? അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അതിനെ നമ്മൾ കൂൾ ചെയ്യുക, ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുന്ന അതിലെന്താവും? ദാറ്റ് ടേൺ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. വെൻ വി എഗെയിൻ ഡിക്രീസ് ദ ടെമ്പറേച്ചർ ദാറ്റ് ടേൺ ഇൻ ടു ഐസ്. അപ്പോൾ തിരിച്ച് നമ്മൾ ചെയ്താലും അതെന്ത് ചെയ്യും? ദർ ഈസ് ഹാപ്പനിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് പ്രഷർ? പ്രഷർ മീൻസ് വാട്ട് ഇറ്റ് ഈസ്? ദാറ്റ് ഈസ് എൻ അപ്ലൈയിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുക അല്ലേ? അപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ മീൻസ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് അല്ലേ? സോളിഡ്സിൻ്റെ, അതായത് ഗ്യാസസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ? അതാണ് നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞത്. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതിനെ കംപ്രസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുകയാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അല്ലേ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് സിലിണ്ടറിൽ കിട്ടുന്നത് അല്ലേ? അതിന് പിന്നെ നമ്മൾ നോബ് തുറക്കുമ്പോൾ, സിലിണ്ടറിൻ്റെ നോബ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ഫോമിൽ തന്നെയാണ് കാണാൻ പറ്റുക? ഗ്യാഷ്യസ് ഫോമിൽ തന്നെയാണ്. ബിക്കോസ് പ്രഷർ ഈസ് ഡിക്രീസസ്. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അത് ഹൈലി പ്രഷറിലാണ്. അപ്പോൾ അത് ഏത് ഫോമിലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ? പുറത്തേക്ക് വരുമ്പോഴേക്കും എന്ത് കുറയും? പ്രഷർ കുറയും. അപ്പോൾ എന്തായിട്ട് തന്നെ മാറും? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് തന്നെ മാറും. ഇനി നമ്മൾ ലിക്വിഡിൽ വീണ്ടും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ? നമ്മളിപ്പോൾ ലിക്വിഡ്സിലാണ് പ്രഷർ അപ്ലൈ ചെയ്യണമെങ്കിൽ ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് ഒന്നുകൂടെ അടുത്ത് വരും അല്ലേ? നമ്മൾ പറഞ്ഞു ലിക്വിഡ്സ് ഹാവ് സം സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. വെൻ വി അപ്ലൈ പ്രഷർ ഓൺ ദീസ് പാർട്ടിക്കിൾസ് ദ സ്പേസ് വിൽ ഡിക്രീസ്, സോ ദാറ്റ് ചേഞ്ച് ഇൻ ടു സോളിഡ്, isn't it? So we can see that applying pressure or effect of pressure also change the states of matter അല്ലേ? ടെമ്പറേച്ചർ മാറിയാലും പ്രഷറിൻ്റെ എഫക്റ്റും രണ്ടിൻ്റെ എഫക്റ്റും എന്ത് ചെയ്യും? they can able to change the states of matter. അപ്പോൾ രണ്ടിനും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ യു ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് thoroughly and ask your doubt at the time of the discussion. ഇനി നോട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡിസ്കഷൻ്റെ ടൈമിൽ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.